ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള നാടൻ കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. വൈകിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇതിലൊരെണ്ണം മതി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കൊഴുക്കട്ട ശർക്കരയിലും പഞ്ചസാരയിലും ഒക്കെ ചെയ്യാം, പക്ഷെ ശർക്കരയിൽ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഞാനിവിടെ ഇതുപോലത്തെ ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 100 ഗ്രാം ഉണ്ടാകും. 500 ഗ്രാമിന്റെ പാക്കറ്റിൽ ഇതുപോലത്തെ 5 ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഈ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച് ശർക്കര മുഴുവനായിട്ട് അലിഞ്ഞു വരണം. ഇങ്ങനെ റെഡിയാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു അരിപ്പയിലൂടെ ഈ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കണം. ഈ ശർക്കരയിൽ ചെറിയ കല്ലും പൊടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇതിലും ചെറിയ തരിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ശർക്കര പാനി കുറച്ചുകൂടെ ഒന്ന് തിളപ്പിക്കണം. ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഉള്ളത്. അത് തിളച്ച് ഒന്ന് കുറുകിയ പരുവത്തിലേക്ക് വരണം. ഇപ്പോൾ ഈ പാനി കുറച്ച് തിക്കാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റണം, പക്ഷെ നല്ലോണം ഡ്രൈ ആവരുത് കേട്ടോ. ഞാനിവിടെ 3 ചെറിയ ഏലക്കായുടെ ഉള്ളിലുള്ള കുരുവും അതുപോലെ കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ തേങ്ങയിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാനാണ്. നിങ്ങൾക്ക് രണ്ടും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. ഈ പൊടിയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ റെഡി ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒട്ടും ഡ്രൈ ആയി പോകാതെ ഈ ഒരു രീതിയിൽ വേണം കൂട്ട് തയ്യാറാക്കാനായിട്ട്. പിന്നെ നമ്മൾ ഓഫ് ചെയ്താലും പാത്രത്തിന്റെ ചെറിയൊരു ചൂടുണ്ടാവും എന്നുള്ളത് ഓർമ്മിക്കണം. ഇതിന്റെ ഫില്ലിങ്സ് അപ്പോൾ റെഡിയായി. ഇനി മാവ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കണം. ഓരോ പൊടി അനുസരിച്ചിട്ട് 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം വേണ്ടി വരും. വെള്ളം തിളച്ചാൽ തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. എന്നിട്ട് കുറച്ച് പൊടിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ പൊടി മുഴുവൻ നനയുന്നത് വരെ ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇതൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. നമുക്കിത് ചെറിയ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കൊഴുക്കട്ട നല്ല സോഫ്റ്റ് ആവുന്നത്. ഞാനിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. 1.5 കപ്പ് വെള്ളം എടുത്തതിൽ എനിക്ക് കുറച്ച് വെള്ളം ഇവിടെ ബാലൻസ് ഉണ്ട്. ബാക്കി മുഴുവനും പൊടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു കുഴിയുള്ള സ്പൂൺ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഫില്ലിങ്സ് എടുക്കാം. ഞാനിപ്പോൾ ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇതിൽ നിറച്ച് വെക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ പുറത്തൊന്നും വീഴാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ മാവിൽ നിന്ന് കുറച്ച് വലിയ ഉരുള ആദ്യം കയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് പ്രസ് ചെയ്യണം. പിന്നെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു കുഴി പോലെ ആക്കി വെക്കാം. ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ചാൽ മതി. ഒന്ന് അമർത്തി കൊടുക്കണം. പിന്നെ നമുക്ക് ആ സൈഡൊക്കെ ഒന്നിച്ചാക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലൈമറ്റ് അനുസരിച്ചിട്ട് മാവ് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മൂടി വയ്ക്കാനായിട്ട് ഓർമ്മിക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിങ്ങനെ 7 വലിയ കൊഴുക്കട്ടയും പിന്നെ ഒരു ചെറുതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാവുമ്പോൾ തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കൊഴുക്കട്ടയൊക്കെ വയ്ക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കൊരു 7-8 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഓവർ കുക്ക് ചെയ്യരുത്. ഞാനൊരു 7 മിനിറ്റ് ആയപ്പോൾ ഓപ്പൺ ചെയ്തതാണ്. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്